അപ്പൊ മലക്കം പറയുന്നത് ആരാണ്? മുസ്ലിം ലീഗ് തന്നെയാണ്. പ്രിയപ്പെട്ട തങ്ങൾ കോൺഗ്രസിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. പള്ളിയിൽ പോകുന്നവരോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പള്ളിയുമായി മുന്നോട്ട് പോകട്ടെ, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളുമായി മുന്നോട്ട് പോകട്ടെ, അവരതിൽ വിശ്വസിക്കട്ടെ. മുസ്ലിം ലീഗ് വിശ്വാസികൾക്കൊപ്പമാണ്. അയോധ്യയിലെ രാമക്ഷേത്രം ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പുണ്യമാക്കപ്പെട്ട സ്ഥലമാണ്. അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ മുസ്ലിം ലീഗിലും കോൺഗ്രസിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കെ ഇന്ന് സുപ്രധാനമായ ഒരു യോഗം, ഈ അയോധ്യ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ദേശീയ തലത്തിലുള്ള ഒരു യോഗമാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ ഇന്ന് ചേർന്നത്. ദേശീയ നേതാക്കളടക്കം, മുസ്ലിം ലീഗിന്റെ ദേശീയ നേതാക്കളടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ കോൺഗ്രസിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അതായത് കോൺഗ്രസിന്റെ കാര്യം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ്. തങ്ങളുടെ നിലപാട് ഇതാണ്. ഇത്തരത്തിൽ വിശ്വാസികൾക്കൊപ്പം ഏത് കാലത്തും വിശ്വാസികൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതുമാണ്. സാദിഖ് അലി തങ്ങൾ പറഞ്ഞ വാക്കുകൾ പ്രത്യേകം കടമെടുക്കുകയാണെങ്കിൽ, അതായത് ഇത് ഒരു വിവാദമാക്കേണ്ട എന്ന് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുമ്പോൾ അതിനർത്ഥം അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്തുകൊണ്ട് അവിടെ പുതിയൊരു രാമക്ഷേത്രം നിർമ്മിച്ചതിൽ മുസ്ലിം ലീഗിന് യാതൊരു പ്രശ്നവുമില്ല, ഇതൊരു വിവാദമാക്കേണ്ട ആവശ്യമില്ല. തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. ഹിന്ദുക്കളുടെ രീതിയിലുള്ള വിശ്വാസ പ്രമാണങ്ങളുമായി മുന്നോട്ട് പോട്ടെ, മുസ്ലിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളുമായി മുന്നോട്ട് പോട്ടെ, ക്രിസ്തീയരും ബുദ്ധനും ജൈനനും സിഖുകാരും ഒക്കെ അവരുടെ വിശ്വാസ പ്രമാണങ്ങളുമായി മുന്നോട്ട് പോകട്ടെ. എന്തിനാണ് തർക്കമുണ്ടാക്കുന്നത്? പള്ളിയിൽ പോകുന്നവരോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പള്ളിയുമായി മുന്നോട്ട് പോകട്ടെ, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളുമായി മുന്നോട്ട് പോകട്ടെ, അവരതിൽ വിശ്വസിക്കട്ടെ. അപ്പൊ മലക്കം പറയുന്നത് ആരാണ്? മുസ്ലിം ലീഗ് തന്നെയാണ്. പ്രിയപ്പെട്ട തങ്ങൾ, അതായത് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് മുസ്ലിം ലീഗിന് പണ്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു കലാപം ഉണ്ടാക്കണമെന്ന ഒരു ആഹ്വാനമൊന്നും ആരും നടത്തുന്നില്ല. പക്ഷേ ഈ നിലപാടിലെ മാറ്റം കോൺഗ്രസിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. സാദിഖ് അലി തങ്ങളുടെ വാക്കുകളിലേക്ക്. സത്യത്തിൽ ഇത് വിവാദമാക്കേണ്ട കാര്യം തന്നെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ BJP ഇതിപ്പോൾ രാഷ്ട്രീയമായ ഒരു നേട്ടത്തിന് വേണ്ടി ആണ് അവരത് ഉപയോഗിക്കുന്നത്. ആരാധനാലയങ്ങൾ അതെല്ലാവർക്കും വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മുസ്ലിങ്ങൾക്ക് പള്ളി എന്ന പോലെ ഹൈന്ദവ സമൂഹത്തിന് ക്ഷേത്രങ്ങൾ, ക്രൈസ്തവ സമൂഹത്തിന് ചർച്ചകൾ, ഗുരുദ്വാരകൾ, സിഖുകാർക്ക്, അങ്ങനെ ഓരോ വിഭാഗത്തിനും അവരുടെ ആരാധനാലയങ്ങൾ സുപ്രധാനമാണ്, പുണ്യമാണ്. അപ്പോൾ ആ നിലക്ക് മുസ്ലിങ്ങളും വിശ്വാസികളോടൊപ്പമാണ്. ആ വിഷയത്തിൽ വിശ്വാസികളോടൊപ്പമാണ് മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിങ്ങളുടെയും നയം അത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതിനെ BJP വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാക്കി ഒരു മാറ്റാൻ ശ്രമിക്കുന്നതിനെ ഞങ്ങൾക്ക് യോജിക്കാൻ സാധ്യമല്ല. ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇനി കാശിയിലെയും രാമേശ്വരത്തെയും ഒക്കെ പള്ളികൾ ഇത്തരത്തിൽ പൊളിക്കേണ്ട ഒരു സാഹചര്യം വരാതിരിക്കട്ടെ. അതും വിശ്വാസമാണല്ലോ. ഇപ്പോൾ സാദിഖ് അലി തങ്ങളുടെ ഈ വാക്കുകൾക്കെതിരെ പല കോണുകളിൽ നിന്നും ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. എന്നാൽ തങ്ങൾ ഇത് ഉദ്ദേശിച്ചായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. പക്ഷേ ആ വാക്കുകളിൽ നിന്നും തീർച്ചയായും വ്യക്തമാണ്, മുസ്ലിം ലീഗ് വിശ്വാസികൾക്കൊപ്പമാണ്. അത്തരത്തിൽ അദ്ദേഹം ഉറപ്പിച്ചു പറയുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചില അപകടങ്ങളുണ്ട്. അത് മനസ്സിലാക്കേണ്ടവർ ചിലപ്പോൾ ഇപ്പോൾ നിലവിലുള്ള പ്രതിഷേധം, അതായത് സാദിഖ് അലി തങ്ങൾ ആ പറഞ്ഞതിൽ മനസ്സിലാക്കേണ്ടത്, ഇനിയും വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗമായി പള്ളികൾ പൊളിച്ചോട്ടെ, അവരുടെ പള്ളിയാണ്, അവിടെ അമ്പലം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചോട്ടെ, ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നടത്തിക്കോട്ടെ, അതിൽ മുസ്ലിം ലീഗിന് യാതൊരു ഭിന്നാഭിപ്രായമില്ല എന്ന രീതിയിലാണ് സാദിഖ് അലി തങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. അത്തരം ഇത്രയും സെൻസിറ്റീവായ ഒരു വിഷയമായതുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ പലരും പല രീതിയിലും വർഗീയപരമായും ഒക്കെ നടത്തുന്നുണ്ട്. എന്തായാലും ഇത് ഞങ്ങളുടെ അഭിപ്രായമായി കണക്ക് കൂട്ടരുത്. പക്ഷേ സാദിഖ് അലി തങ്ങളുടെ വാക്കുകളുടെ ഈ പ്രയോഗം അത് തീർച്ചയായും ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഒരിക്കൽ കൂടി സത്യത്തിൽ ഇത് വിവാദമാക്കേണ്ട കാര്യം തന്നെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ BJP ഇതിപ്പോൾ രാഷ്ട്രീയമായ ഒരു നേട്ടത്തിന് വേണ്ടി ആണ് അവരത് ഉപയോഗിക്കുന്നത്. ആരാധനാലയങ്ങൾ അതെല്ലാവർക്കും വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മുസ്ലിങ്ങൾക്ക് പള്ളി എന്ന പോലെ ഹൈന്ദവ സമൂഹത്തിന് ക്ഷേത്രങ്ങൾ, ക്രൈസ്തവ സമൂഹത്തിന് ചർച്ചകൾ, ഗുരുദ്വാരകൾ, സിഖുകാർക്ക്, അങ്ങനെ ഓരോ വിഭാഗത്തിനും അവരുടെ ആരാധനാലയങ്ങൾ സുപ്രധാനമാണ്, പുണ്യമാണ്. അപ്പോൾ ആ നിലക്ക് മുസ്ലിങ്ങളും വിശ്വാസികളോടൊപ്പമാണ്. ആ വിഷയത്തിൽ വിശ്വാസികളോടൊപ്പമാണ് മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിങ്ങളുടെയും
നയം അത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതിനെ BJP വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാക്കി ഒരു മാറ്റാൻ ശ്രമിക്കുന്നതിന് ഞങ്ങൾക്ക് യോജിക്കാൻ സാധ്യമല്ല. എന്തായാലും സതുദ്ദേശത്തോടു കൂടിയാണ് മുസ്ലിം ലീഗ് ഇത് പറഞ്ഞതെങ്കിൽ അക്കാര്യത്തിൽ തെറ്റൊന്നും പറയാനില്ല. പക്ഷേ ഈ വാക്കുകളെ വളച്ചൊടിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ഈ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പലരും, അല്ലെങ്കിൽ ഈ വാക്കുകൾ കീറിമുറിച്ചുകൊണ്ട് പലരും ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് ഇസ്ലാം മത വിശ്വാസികൾക്കൊപ്പമാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മതവിശ്വാസികൾക്കൊപ്പമാണ്, വിശ്വാസമാണ് പ്രധാനമെന്ന് പറയുകയാണെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രം ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പുണ്യമാക്കപ്പെട്ട സ്ഥലമാണ്. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാവുക എന്നുള്ളത് ഹിന്ദു മതവിശ്വാസത്തിലെയും പല ഭാരതീയരുടെയും ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നമാണ് സാധിക്കാൻ വേണ്ടി പോകുന്നത്. അത്തരത്തിൽ വിശ്വാസികളുടെ സ്വപ്നങ്ങൾ നടത്തിക്കൊടുക്കണമെന്ന താല്പര്യമാണ് സാദിഖ് അലി തങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇനി പൊളിക്കാനിരിക്കുന്ന, അല്ലെങ്കിൽ തർക്കഭൂമിയായി നിൽക്കുന്ന പല സ്ഥലങ്ങളിലെ പള്ളികളുമുണ്ട്. ആ പള്ളികളൊക്കെ ഒന്ന് പൊളിച്ചോട്ടെ എന്നാണോ സാദിഖ് അലി തങ്ങൾ പറയുന്നത് എന്നുള്ള ചോദ്യമാണ് ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ കാന്തപുരം വിഭാഗവും ഒക്കെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഈ ചർച്ച വീണ്ടും വീണ്ടും വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഈ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസിന്റെ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണ്, മുസ്ലിം ലീഗ് അല്ല എന്ന് പറഞ്ഞ് അദ്ദേഹവും കൈയൊഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അല്ല, അത് അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. കോൺഗ്രസ്സിന് അതിൻ്റേതായ സെറ്റപ്പ് ഉണ്ട്, ലീഡർഷിപ്പ് ഉണ്ട്, അവരുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് അവർ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ. ഓരോ പാർട്ടി, കോൺഗ്രസ് മാത്രം, ഇന്ത്യ മുന്നണിയിലെ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഉണ്ടല്ലോ, ഒരു മുന്നണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വതന്ത്രമായി തീരുമാനം എടുക്കട്ടെ. ആ തീരുമാനം ഓരോരുത്തരും എടുത്ത് പ്രഖ്യാപിച്ചതിന് ശേഷം വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ വീണ്ടും യോഗ ചേർന്ന് ഞങ്ങൾ ആ കാര്യങ്ങൾ ആലോചിക്കും. ഇരുവരുടെയും വാർത്താ സമ്മേളനത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാമക്ഷേത്ര ഉദ്ഘാടനം BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ രാഷ്ട്രീയ ഉപദേശക സമിതി കമ്മിറ്റി യോഗം വിലയിരുത്തുന്നത്. മതേതര കക്ഷികൾ BJP തന്ത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് തീരുമാനമെടുക്കണമെന്ന് യോഗത്തിന് ശേഷം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. BJP രാഷ്ട്രീയ നേതൃത്വത്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുസ്ലിം ലീഗ് എപ്പോഴും വിശ്വാസികൾക്കൊപ്പമാണ്, എന്നാൽ BJP വിശ്വാസത്തെ രാഷ്ട്രീയ അജണ്ടയാക്കുന്നതിനോട് യോജിക്കാനാവില്ലെന്നും തങ്ങൾ പറഞ്ഞു. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഉദ്ഘാടനമായി BJP ക്ഷേത്ര ഉദ്ഘാടനം മാറ്റുകയാണെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. ഹൈന്ദവ സമുദായത്തിന്റെ വിശ്വാസത്തെയും ആരാധനാ സ്വാതന്ത്ര്യത്തെയും മുസ്ലിം ലീഗ് അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. എന്നാൽ ഉദ്ഘാടന ചടങ്ങ് BJP കേവലം രാഷ്ട്രീയമാക്കി മാറ്റുകയാണ്. BJPയുടെ രാഷ്ട്രീയ മുതലെടുപ്പ് എല്ലാവരും തിരിച്ചറിയണമെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വിവേകത്തോടെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഭരണഘടനാ ധാർമ്മികതയും മതനിരപേക്ഷ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ ഒറ്റക്കെട്ടായി മതേതര ശക്തികൾക്ക് നിലയുറപ്പിക്കാനാകണം. മതവിശ്വാസത്തെ അധികാരത്തിനുള്ള മറയാക്കുന്ന BJP വിശ്വാസി സമൂഹം തിരിച്ചറിയണം. ഇന്ത്യക്കാരുടെ വിശപ്പും തൊഴിലില്ലായ്മയും മറ്റ് ജനകീയ പ്രശ്നങ്ങളുമാണ് രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവാകേണ്ടത്. അതാണ് ശരിയായ ജനാധിപത്യം. രാമക്ഷേത്രത്തെ മറയാക്കി യഥാർത്ഥ പ്രശ്നങ്ങളെ അട്ടിമറിക്കാനുള്ള BJPയുടെ ശ്രമങ്ങളെ ഇന്ത്യൻ ജനത ജാതിമത വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കണമെന്ന പ്രത്യാശയും മുസ്ലിം ലീഗ് പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി യോഗം പങ്കുവച്ചു. ഇതാണ് ഇന്ന് നടന്ന യോഗത്തിന്റെ ഒരു ചെറിയ രൂപം. അതായത് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ പറയുന്നത് പഴയ കാര്യങ്ങളെല്ലാം തന്നെ മറന്നു. മുസ്ലിം ലീഗ് പഴയതെല്ലാം മറന്നിരിക്കുന്നു. അവർക്ക് ഇപ്പോൾ നിലവിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ നിലവിൽ ഈ അമ്പലവുമായോ അല്ലെങ്കിൽ ഈ ക്ഷേത്രമായോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്ഘാടനവുമായോ ബന്ധപ്പെട്ടോ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ അതിലൊരു വിവാദം ഉണ്ടാക്കേണ്ട എന്നുള്ള നിലപാടാണ് ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആകെ അവർക്ക് എതിരഭിപ്രായമുള്ളത് സർക്കാർ ഇതിനെ ഒരു പ്രചരണം ആയുധമാക്കണം. അതായത് കേന്ദ്ര സർക്കാർ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനെ ഒരു പ്രചരണ ആയുധമാക്കി മാറ്റും, അല്ലെങ്കിൽ അത്തരമൊരു രാഷ്ട്രീയ പരിപാടിയായി ഇതിനെ കൊണ്ടുപോകും. മറ്റൊരു തലത്തിലേക്ക് ആണ് BJP ഈ പ്രതിഷ്ഠാ ചടങ്ങിനെ കൊണ്ടുപോകുന്നതെന്നുള്ളതാണ്. പക്ഷേ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിനെ അറിയാഞ്ഞിട്ടല്ല. BJP സർക്കാർ ഈ അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവരുടെ തിരഞ്ഞെടുപ്പ് പത്രികയിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം. ഇത് മുസ്ലിം ലീഗിന് അറിയാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും
BJP അത് രാഷ്ട്രീയമായി ഏറ്റെടുക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കും, രാഷ്ട്രീയമായി തന്നെ അതിനെ ഉപയോഗിക്കും. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ ഈ പുണ്യപുരാതനമായ അല്ലെങ്കിൽ ഏവരും അത്രയും പുണ്യമായി കണക്ക് കൂട്ടുന്ന അയോധ്യയിലെ ഈ ക്ഷേത്ര നിർമ്മാണം നടത്തുക തന്നെ ചെയ്യും. അതിന് മുസ്ലിം ലീഗ് ഇവിടെ ഇരുന്ന് അത് BJP രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുകയാണ്, വേറൊരു പ്രശ്നവും ഞങ്ങൾക്കില്ല, അവിടെ ക്ഷേത്രം പണിതോട്ടെ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ BJP അതിൽ മുതലെടുപ്പ് നടത്തുന്നു. BJP അല്ലാതെ ആരാണ് അതിന് മുതലെടുപ്പ് നടത്തേണ്ടത്? ഹൈന്ദവ സംഘടനകളും വിശ്വ ഹിന്ദു പരിഷത്തും ഒക്കെയാണ് ഈ തർക്കഭൂമിയിൽ തർക്കം സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ ഈ സംഭവ വികാസങ്ങൾക്കൊക്കെ December 6 നടന്ന സംഭവ വികാസങ്ങൾക്കൊക്കെ കാരണക്കാരെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് ഇത്ര തർക്കം? അക്കാലത്ത് ജീവിക്കാത്ത അല്ലെങ്കിൽ ഈ പുതുതലമുറയിൽ ജീവിക്കുന്നവർക്ക് പോലും യഥാർത്ഥത്തിൽ അയോധ്യയുടെയും ബാബരി മസ്ജിദിൻ്റെയും ഒക്കെ വിവരങ്ങൾ അല്ലെങ്കിൽ ചരിത്രമൊക്കെ കൃത്യമായി അറിയുന്നവരാണ്. അവർക്കിടയിലാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഇത്തരമൊരു കാര്യം പറയുന്നത്. അത് എന്തോ വേണ്ടി പറയാൻ അല്ലെങ്കിൽ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയുന്ന പോലെ കോൺഗ്രസിനെ ന്യായീകരിക്കണം. കോൺഗ്രസ് ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കട്ടെ. അത് അക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് താല്പര്യമില്ലെങ്കിലും അത് പറഞ്ഞാൽ പോലും കോൺഗ്രസ്സുകാർ കേൾക്കാൻ പോകുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ തിട്ടൂരമൊന്നും കോൺഗ്രസിന് ആവശ്യമില്ല. കോൺഗ്രസിൻ്റെതായ രീതിയിൽ തന്നെ പോകും. അങ്ങനെ ഭീഷണിപ്പെടുത്തി കോൺഗ്രസിനെ ഇത്രകാലം കൊണ്ടുപോയതുപോലെയൊന്നും ഇനിയുള്ള കാലത്ത് കോൺഗ്രസിനെ കൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിനെ അങ്ങനെ പേടിപ്പിച്ച് നിർത്താമെന്നൊന്നും കരുതണ്ട. കാരണം അവിടെ അപ്പുറത്ത് K. സുധാകരനും VD സതീശനും ഒക്കെയാണ്. പണ്ടത്തെ പോലെ ഉമ്മൻചാണ്ടിയോ ഭയപ്പെടുന്ന രമേശ് ചെന്നിത്തലയോ ഒന്നുമല്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ പദ്ധതി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. മുസ്ലിം ലീഗ് വെറുതെ കിടന്ന് വിയർക്കണ്ട. മുസ്ലിം ലീഗ് അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും ഉത്തമമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത്.